ഹെൽത്ത് സേഫ്റ്റി ആൻഡ് ഹൈജീൻ പ്രാക്ടീസസ് ഇൻ റീറ്റെയിൽ ഇൻഡസ്ട്രി. റീറ്റെയിൽ വ്യാപാര മേഖലയിലെ ആരോഗ്യസുരക്ഷ, ശുചിത്വ പരിശീലനങ്ങൾ. ഈ പാഠഭാഗത്തിലൂടെ നാം പഠിക്കേണ്ടത് റീറ്റെയിൽ സ്റ്റോറുകളിൽ ശുചിത്വം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യമെന്ത്, ചില്ലറ വ്യാപാര രംഗത്തെ ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങളും ആരോഗ്യ പരിരക്ഷാ അവകാശങ്ങളും എന്തൊക്കെ എന്നതാണ്. റീറ്റെയിൽ സ്റ്റോർ ശുചിത്വം ചില്ലറ വിൽപ്പനയുടെ പ്രധാന ഭാഗമാണ്. ശുചിത്വമുള്ള സ്റ്റോർ ആ സ്റ്റോറിൽ നിന്നും വാങ്ങാൻ ഉപഭോക്താക്കളുടെ മനസ്സിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നു. ഫലപ്രദമായ സുരക്ഷാ വ്യവസ്ഥകൾ തൊഴിലാളികളുടെ പരിശ്രമം കുറയ്ക്കുകയും മെച്ചപ്പെട്ട ആരോഗ്യ നടപടികൾ കൂടുതൽ ഫലപ്രദമായ തൊഴിലന്തരീക്ഷത്തിലേക്ക് അവരെ നയിക്കുകയും വ്യാപാരികളുടെ മനോവീര്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നീഡ് ഫോർ മെയിൻറ്റെയിനിങ് ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് ഹൈജീൻ in retail. Retail store cleanliness is the important part of retailing, hence it creates confidence in customers' mind to purchase from the store. Effective health safety provisions reduce the effort of workers and hygienic measures leading to their improved health. More effective work environment will improve the morale of the retailers. ആരോഗ്യസുരക്ഷയുടെ പ്രാധാന്യം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊക്കെ നാം പറയാറില്ലേ, അതുപോലെ ആരോഗ്യസുരക്ഷാ കാര്യങ്ങളിൽ നാം കാണിക്കുന്ന മുൻകരുതലുകളാണ് അപകടരഹിതമായ വ്യാവസായിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. 2019 OHS ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വർക്കിംഗ് കണ്ടീഷൻ കോഡ് കരട് നിയമം അനുസരിച്ച് ഓരോ തൊഴിലുടമയും ജോലിസ്ഥലം ജീവനക്കാർക്ക് പരിക്കോ തൊഴിൽപരമായ രോഗമോ അപകടമോ ഉണ്ടാകുന്നതിൽ നിന്നും മുക്തമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ നിയമമനുസരിച്ച് തൊഴിൽ സുരക്ഷ, ആരോഗ്യ മാനദണ്ഡങ്ങളും നിയമങ്ങളും അനുസരിക്കാൻ ഓരോ തൊഴിലുടമയ്ക്കും ബാധ്യതയുണ്ട്. Importance of health and safety. Good health and safe performance ensure an accident-free industrial environment. Occupational Health and Safety (OHS). OHS is an area concerned with the protection of safety, health and welfare of people engaged in work or employment. The aim of this practice is to ensure the health and safety of employees as well as customers in a retail store. ഇനി നമുക്ക് റീറ്റെയിൽ മേഖലയിലെ അപകട സാധ്യതകളും അതുമൂലമുണ്ടാകാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. റീറ്റെയിൽ വ്യവസായം നേരിടുന്ന പ്രധാന ആരോഗ്യ അപകടങ്ങൾ. വായുമലിനീകരണം കാരണം ശ്വാസകോശ രോഗങ്ങളും അണുബാധയും ഉണ്ടാകാം. തെറ്റായ പ്രവർത്തന പരിസ്ഥിതി മൂലം പേശി പ്രശ്നങ്ങളും സമ്മർദ്ദവും ഉണ്ടാകാം. ആവർത്തന ചലനം കാരണം പേശികളിൽ സമ്മർദ്ദമുണ്ടാകുന്നു. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർമാരും ഡാറ്റ പ്രോസസ്സർമാരുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദവും നേത്രരോഗങ്ങളും ഉണ്ടാകുന്നു. തീപിടുത്തം, പൊള്ളൽ, മരണം, സാധന സാമഗ്രികളുടെ നഷ്ടപ്പെടൽ എന്നിവയ്ക്ക് കാരണമാകാം. തറയിലെ വഴുതലും വീഴലും വിവിധ തരം പരിക്കുകൾക്ക് കാരണമാകുന്നു. യന്ത്രസാമഗ്രികളുമായുള്ള സമ്പർക്കം മൂലവും പലതരം അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. വൈദ്യുതി ആഘാതം മൂലം പൊള്ളൽ, ഷോക്ക്, മരണം എന്നിവ സംഭവിക്കാം. ശീതീകരണ സ്ഥലത്തുള്ള ജോലി മൂലം വിവിധ തരം രോഗങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഹെൽത്ത് ഹസാർഡ്സ് ഇൻ റീറ്റെയിൽ ഇൻഡസ്ട്രി. Low air quality and pollution. It causes respiratory ailment and infections. Improper ergonomics cause muscular problems, stress. Repetitive motion illness create excessive stress on muscle. Lifting and carrying cause accidents and injuries. Risk related to computer operators and data processors. It creates stress, optical illness, etc. Fire accidents may end in burns, loss of life and property damages. Floor slips and falls. It may result in injuries,
Electrical shock cause burns, shock, accidents, or even death. Working in cold place, it may result in various illness. Healthcare activities in retail, clinics in retail store, indoor air quality and pollution, ergonomics, repetitive motion illness, lifting, carrying and standing, fire prevention, floor slips and falls, machine guarding, trash disposal, electric shock. റീറ്റെയിൽ സ്റ്റോറിലെ ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾ. റീറ്റെയിൽ സ്റ്റോറിലെ ചികിത്സാലയം, വായുവിൻ്റെ ഗുണനിലവാരവും മലിനീകരണവും, ജോലിസ്ഥല ക്രമീകരണം, ആവർത്തന ചലനരോഗം, ഉയർത്തൽ, ചുമക്കൽ, നിൽക്കൽ, അഗ്നിപ്രതിരോധം, തറയിലെ വഴുതലും വീഴലും, യന്ത്ര സംരക്ഷണം, ചവറ് നിർമ്മാർജ്ജനം, വൈദ്യുതി ആഘാതം. Clinics in retail stores. It is good to operate a retail clinic by third-party physicians and nurse practitioners with using patient registration, billing, e-prescribing, electronic medical records. To aim quality treatment delivered with the use of electronic health record to ensure transparency, accuracy and profitability to assure a better customer experience. റീറ്റെയിൽ സ്റ്റോറിലെ ചികിത്സാലയം. റീറ്റെയിൽ സ്റ്റോറുകളിൽ പുറമേ നിന്നുള്ള ഫിസിഷ്യന്മാരും നഴ്സുമാരും അടങ്ങുന്ന ചികിത്സാ സൗകര്യം നൽകാറുണ്ട്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിലൂടെ സുതാര്യത, കൃത്യത, പോർട്ടബിലിറ്റി എന്നിവ ഉറപ്പാക്കി മികച്ച ഉപഭോക്തൃ സേവനം നൽകുക എന്നതാണ് റീറ്റെയിൽ ക്ലിനിക്കുകളുടെ ലക്ഷ്യം. എർഗണോമിക്സ്. ജോലിസ്ഥലത്തിൻ്റെ രൂപകൽപ്പനയെക്കുറിച്ചുള്ള പഠനമാണ് എർഗോണമിക്സ്. ജോലിസ്ഥലം തൊഴിലാളികൾക്ക് അനുയോജ്യമായിരിക്കണം. സ്റ്റോർ ഏരിയ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതും തൊഴിലാളികളുടെ വൈവിധ്യമാർന്ന ഉയരവും ശക്തിയും സാമർഥ്യവും ഉൾക്കൊള്ളുന്നതും ആയിരിക്കണം. ഓരോ തൊഴിലാളികളെയും ഉൾക്കൊള്ളാൻ പാകത്തിൽ പ്രവർത്തന മേഖല ക്രമീകരിക്കാവുന്നതാണ്. എർഗണോമിക്സ്. എർഗണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് വർക്ക് പ്ലേസ് ഡിസൈൻ. Workplace should be suited to the workers. Workstations must be adjustable and able to accommodate the wide variety of heights and strengths of retail workforce. The solution of working space problems is to make the surface adjustable to accommodate each worker. Indoor air quality and pollution. Indoor air pollution is caused by buildup of vaporous particles, fungus, bacteria, etc. in the building air. It can be solved by providing an effective mechanical ventilation system and by implementing a system to check the quality of air regularly. വായുവിൻ്റെ ഗുണനിലവാരവും മലിനീകരണവും. കെട്ടിടത്തിനുള്ളിലെ വായുവിൽ നീരാവി കണങ്ങൾ, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയവ നിർമ്മിക്കപ്പെടുന്നതിലൂടെയാണ് ഇൻഡോർ വായു മലിനീകരണം ഉണ്ടാകുന്നത്. ഫലപ്രദമായ മെക്കാനിക്കൽ വെന്റിലേഷൻ സംവിധാനം നൽകിയും പതിവായി വായുവിൻ്റെ ഗുണനിലവാരം പരിശോധിച്ചും ഇത് പരിഹരിക്കുവാനാകും. ആവർത്തന ചലന രോഗങ്ങൾ. റീറ്റെയിൽ സ്റ്റോർ ജീവനക്കാർ ജോലിയുടെ ഭാഗമായി ആവർത്തിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ജോലിസ്ഥലം ശരിയായി സജ്ജീകരിക്കുന്നത് ഇവയ്ക്ക് പരിഹാരമാകും. ജോലി ആവശ്യത്തിന് ഇടവേളകൾ എടുക്കുകയും വിശ്രമിക്കുകയും പേശികൾ അയവ് വരുത്തുകയും ചെയ്യാവുന്ന രീതിയിൽ ക്രമീകരിക്കുന്നതും നല്ലതാണ്. റെപ്പറ്റീവ് മോഷൻ ഇൽനെസ്. Repetitive motion damages the health condition of retail workforce. The use of ergonomic design like good lighting and space are necessary to avoid the risk of repetitive motion. To solve this hazard, take enough breaks, rest and stretch muscles as frequently as possible. Lifting, carrying and standing. Lifting is an important part of retail store work. Mechanical lifting devices should be used to lift loads. If no mechanical device is available,
have a coworker help. A ladder can be used to reach heights. Also wear comfortable clothing and shoes while at work. ഉയർത്തൽ, ചുമക്കൽ, നിൽക്കൽ. സാധനങ്ങൾ ചുമക്കുകയും ദീർഘനേരം നിൽക്കുകയും ചെയ്യുക റീറ്റെയിൽ സ്റ്റോർ ജോലിയുടെ ഭാഗമാണ്. ലോഡുകൾ ഉയർത്താൻ മെക്കാനിക്കൽ ലിഫ്റ്റിംഗ് ഉപകരണങ്ങൾ ലഭ്യമല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ സഹായം തേടാവുന്നതാണ്. ഉയരങ്ങളിൽ എത്തിക്കാൻ കോവണി ഉപയോഗിക്കാം. സൗകര്യപ്രദമായ വസ്ത്രങ്ങളും ഷൂസുകളും ധരിക്കുവാൻ ശ്രദ്ധിക്കാവുന്നതാണ്. അഗ്നിപ്രതിരോധം. റീറ്റെയിൽ സ്റ്റോറിൽ അഗ്നിശമന ഉപകരണങ്ങൾ ലഭ്യമായിരിക്കണം. അവ ഉപയോഗിക്കാൻ തൊഴിലാളികളെ പരിശീലിപ്പിക്കാം. ഫയർ എക്സ്റ്റിങ്ക്വിഷർ കൃത്യമായി പരിശോധിച്ച് പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തണം. പുറത്തേക്കുള്ള വഴി തടയുവാൻ പാടില്ല. വഴിയിൽ മതിയായ വെളിച്ചം ഉണ്ടാവുകയും വ്യക്തമായി അടയാളപ്പെടുത്തുകയും വേണം. തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ സ്റ്റോർ എങ്ങനെ ഒഴിപ്പിക്കണം എന്ന അറിവ് തൊഴിലുടമയ്ക്ക് ഉണ്ടാവണം. സ്പ്രിംഗ്ലറുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയും ഒരു തവണയെങ്കിലും പരിശോധിക്കുകയും വേണം. കത്തുന്ന വസ്തുക്കളുടെ ശരിയായ സംഭരണവും നിർമ്മാർജ്ജനവും തീ തടയുന്നതിനുള്ള പ്രധാന നടപടികളാണ്. Fire prevention. Fire extinguishers must be available and workers should be trained to use them. Fire extinguishers must be inspected regularly to ensure that they are in good working order. Exit paths should not be blocked and should be clearly marked and lighted. Employer must have an emergency plan for how to evacuate the store, who to call in case of fire, and job tasks for people responsible for evacuation. Sprinklers must be installed and inspected at least once in a year. Good store management and proper storage and disposal of combustible and flammable materials are the most important step in preventing fire in a retail store. തറയിലെ വഴുതലും വീഴലും. റീറ്റെയിൽ സ്റ്റോറുകളിൽ നനഞ്ഞ വഴുക്കലുള്ള തറകൾ അപകടകരമാണ്. അതുപോലെ സാധനങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ അലങ്കോലപ്പെട്ട ഇടനാഴികളും തകർന്ന തറയും അപകട സാധ്യതയുണ്ടാക്കുന്നു. എല്ലാ ചോർച്ചയും കൃത്യമായി വൃത്തിയാക്കേണ്ടതുണ്ട്. ഇടനാഴികളിലെ പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യണം. പരവതാനികളോ തറയോടുകളോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. Floor slips and falls. Wet, slippery floor area are hazardous in retail stores. Similarly, aisles that are cluttered with boxes and uneven cracked flooring are also hazardous. All spills need to be cleaned promptly and time need to be allowed to clear the clutter and waste from the aisles. Floor tiles or carpets can be used as a solution to this problem. Mechanical guarding. The moving parts must be guarded to prevent body contact with the machines. Gloves should be provided for cleaning staff. Enough spacing for handles, knobs, and other mechanical parts should be provided. Tool handles should be easily identified. Metal parts of the machine should be insulated. യന്ത്ര സംരക്ഷണം. മെഷീനുകളുമായുള്ള ശരീരസമ്പർക്കം തടയുന്നതിനായി ചലിക്കുന്ന ഭാഗങ്ങൾ സംരക്ഷിക്കണം. ക്ലീനിംഗ് സ്റ്റാഫുകൾക്ക് കയ്യുറകൾ നൽകണം. കൈപ്പിടികളും യന്ത്രഭാഗങ്ങളും തമ്മിൽ മതിയായ ഇടമുണ്ടാകണം. ഹാൻഡിലുകൾ എളുപ്പത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കണം. യന്ത്രഭാഗത്തിലെ ലോഹനിർമ്മിതികൾ ശരിയായി ആവരണം ചെയ്യപ്പെട്ടിരിക്കണം. ട്രാഷ് ഡിസ്പോസൽ. Trash disposal is a hazard that is present in most retail store situations, and it must be dealt with care and ensure that nobody is going to get hurt. ചവർ നിർമ്മാർജ്ജനം. റീറ്റെയിൽ വ്യാപാരത്തിലെ മറ്റൊരു പ്രധാന അപകടമാണ് ചവറുകളുടെ സാന്നിധ്യം. ആർക്കും പരിക്കില്ലാത്ത വിധം ശ്രദ്ധയോടെ വേണം നാം ഇത് കൈകാര്യം ചെയ്യുവാൻ. Electric shocks. Electric shock injuries are dangerous when the retail workers are exposed to live wiring, temporary wiring, and damaged electrical equipments. Adequate training and electric circuit breakers should be used to give protection.
Retail workers should be visually inspect all electrical wiring regularly to check for breaks. All electric outlet boxes should be covered and labeled. Use of circuit interrupters which shut off electrical current in the event of a leak or accidental startup. വൈദ്യുത ആഘാതങ്ങൾ. റീറ്റെയിൽ ജീവനക്കാർക്ക് കേടായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് സംരക്ഷണം നൽകാൻ മതിയായ പരിശീലനം നൽകണം. ഇലക്ട്രിക് സർക്യൂട്ട് ബ്രേക്കറുകളുടെ ഉപയോഗം പ്രയോജനപ്പെടുത്താവുന്നതാണ്. തൊഴിലാളികൾ എല്ലാ വൈദ്യുത വയറുകളും പതിവായി പരിശോധിക്കണം. ഇലക്ട്രിക് ഔട്ട്ലെറ്റുകൾ പൊതിഞ്ഞ് ലേബൽ ചെയ്യണം. ആകസ്മികമായി ഉണ്ടാകുന്ന ചലനങ്ങൾ തടയുവാൻ സർക്യൂട്ട് ഇൻട്രപ്റ്റേഴ്സ് ഉപയോഗിക്കാം. ആരോഗ്യ സുരക്ഷ ഉത്തരവാദിത്വം. റെസ്പോൺസിബിലിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. Responsibility for health and safety in a retail store can be classified into three categories, that is, workers' responsibility, employers' responsibility, and supervisors' responsibility. ആരോഗ്യ സുരക്ഷയ്ക്കായി സ്റ്റോർ ജീവനക്കാരുടെ ഉത്തരവാദിത്തങ്ങൾ. നിങ്ങളുടെ ജോലിക്ക് ആവശ്യമായ ആരോഗ്യ സുരക്ഷാ ആവശ്യകതകൾ അറിയുകയും പിന്തുടരുകയും ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ ജോലി ചെയ്യണമെന്നറിയില്ലെങ്കിൽ ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് പരിശീലനം ആവശ്യപ്പെടുക. സുരക്ഷിതമായി പ്രവർത്തിക്കുകയും നിങ്ങളുടെ സഹപ്രവർത്തകരെയും ഇങ്ങനെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. സുരക്ഷിതമല്ലാത്ത ഏതെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ ഉടനടി ശരിയാക്കുക. എന്തെങ്കിലും പരുക്കുകൾ പറ്റിയാൽ പ്രഥമ ശുശ്രൂഷ അറ്റൻഡൻറ്റിനോടോ അല്ലെങ്കിൽ സൂപ്പർവൈസറോടോ ഉടൻ റിപ്പോർട്ട് ചെയ്യുക. ആരോഗ്യ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ മുൻകൈയെടുക്കുക. Responsibility as a worker. Know and follow the health and safety requirements that are relevant to your job. If you don't know how to do work safely, ask for training before you begin to work. Work safely and encourage your co-workers to do the same. Correct any unsafe conditions immediately. Immediately report any injury to a first aid attendant or supervisor. Make initiative, make suggestions to improve health and safety. ആരോഗ്യ സുരക്ഷയ്ക്കായുള്ള തൊഴിൽ ഉടമകളുടെ ഉത്തരവാദിത്വം. സുരക്ഷിതവും ആരോഗ്യകരവുമായ തൊഴിലിടം നൽകുക. നിങ്ങളും നിങ്ങളുടെ സഹപ്രവർത്തകർക്കും വേണ്ടത്ര പരിശീലനം നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ പരിശീലനത്തിൻ്റെ രേഖകൾ സൂക്ഷിക്കുക. രേഖാമൂലമുള്ള ആരോഗ്യ സുരക്ഷാ നയവും സംഭവ അന്വേഷണ പ്രക്രിയയും ഉൾപ്പെടുന്ന സമഗ്രമായ തൊഴിൽ ആരോഗ്യ സുരക്ഷാ സമ്പ്രദായം രൂപീകരിക്കുക. അപകടകരമായേക്കാവുന്ന സാഹചര്യങ്ങൾ തൊഴിലാളിയോ സൂപ്പർവൈസറോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉടനടി നടപടിയെടുക്കുക. സംഭവങ്ങളെക്കുറിച്ച് അടിയന്തര അന്വേഷണം ആരംഭിക്കുക. മതിയായ പ്രഥമ ശുശ്രൂഷ സൗകര്യം സേവനം നൽകുക. വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ നൽകുക. Employers' responsibility. Provide a safe and healthy workplace. Ensure you and your co-workers are adequately trained. Keep records of your training. Provide a comprehensive occupational health and safety program, including a written health and safety policy and an incident investigation procedure. Take action immediately when a worker or a supervisor reports a potentially hazardous situation. Initiate an immediate investigation into incidents. Provide adequate first aid facilities and services. Provide personal protective equipment where required. Supervisor's responsibility. Instruct you and your co-workers to follow safe work procedure. Train you for all assigned tasks and check that your work is being done safely. Ensure that only authorized trained workers operate
tools and hazardous equipment. Ensure that equipment and materials are properly handled, stored, and maintained. Enforce health and safety requirements. Correct unsafe facts and conditions. Identify workers with problems that could affect at the store. Follow up with interviews and referrals where necessary. Formulate health and safety rules and inspect workplace hazards. ആരോഗ്യ സുരക്ഷയ്ക്കായുള്ള സൂപ്പർവൈസർമാരുടെ ഉത്തരവാദിത്വം. നിങ്ങൾക്കും നിങ്ങളുടെ സഹപ്രവർത്തകർക്കും സുരക്ഷിതമായ പ്രവർത്തന പ്രക്രിയകൾ നിർദ്ദേശിക്കുക. നിയുക്തമായ എല്ലാ ജോലികൾക്കും നിങ്ങളെ പരിശീലിപ്പിക്കുകയും നിങ്ങളുടെ ജോലി സുരക്ഷിതമായി നടക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കുകയും ചെയ്യുക. അംഗീകൃത പരിശീലനം ലഭിച്ച തൊഴിലാളികൾ മാത്രമേ അപകടകരമായ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക. ആരോഗ്യ സുരക്ഷാ ആവശ്യകതകൾ ഉറപ്പാക്കുക. സുരക്ഷിതമല്ലാത്ത വസ്തുക്കളും സാഹചര്യങ്ങളും ശരിയാക്കുക. ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളുള്ള തൊഴിലാളികളെ തിരിച്ചറിയുക. ആവശ്യമെങ്കിൽ അഭിപ്രായങ്ങളും അഭിമുഖങ്ങളും പിന്തുടർന്ന് നൽകുക. ആരോഗ്യ സുരക്ഷാ നിയമങ്ങൾ രൂപപ്പെടുത്തുകയും ജോലിസ്ഥലത്തെ അപകടങ്ങൾ പരിശോധിക്കുകയും ചെയ്യുക. ആരോഗ്യ സുരക്ഷാ അവകാശങ്ങൾ. സുരക്ഷിതമായ പ്രവർത്തന രീതികളെക്കുറിച്ച് അറിയുന്നതിനും പരിശീലനം നേടുന്നതിനും ജോലിയിലെ അപകടങ്ങൾ തിരിച്ചറിയുന്നതിനുമുള്ള അവകാശം, അപകടം കുറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കാനുള്ള മേൽനോട്ടം ഉറപ്പാക്കാനുള്ള അവകാശം, ആരോഗ്യ സുരക്ഷാ കാര്യങ്ങളിൽ നേരിട്ടോ സംയുക്ത ആരോഗ്യ സുരക്ഷാ സമിതി വഴിയോ അല്ലെങ്കിൽ തൊഴിലാളി പ്രതിനിധി വഴിയോ പങ്കെടുക്കുവാനുള്ള അവകാശം, നിങ്ങളുടെ ജോലിക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ നൽകുന്നതിന് തൊഴിലുടമയ്ക്ക് അവകാശം നൽകിയിട്ടുണ്ടെങ്കിലും സ്വന്തം സുരക്ഷാ ഉപകരണങ്ങൾ സ്വയം ലഭ്യമാക്കുന്നതിനുള്ള അവകാശം, ജോലി പ്രക്രിയയോ ഉപകരണങ്ങളോ പരിസ്ഥിതിയോ നിങ്ങൾക്കോ മറ്റൊരു വ്യക്തിക്കോ പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും എന്ന ഭയമില്ലാതെ ജോലി നിരസിക്കുന്നതിനുള്ള അവകാശം. സുരക്ഷിതമല്ലാത്ത ജോലി നിരസിക്കാനുള്ള അവകാശം. നിങ്ങളുടെ സൂപ്പർവൈസർ നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് ലഭ്യമല്ലെങ്കിൽ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥൻ്റെ അഭിപ്രായം തേടാവുന്നതാണ്. എന്നിട്ടും തൃപ്തമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആരോഗ്യ സുരക്ഷാ പ്രതിനിധിയുടെയോ ജോയിൻറ്റ് കമ്മിറ്റി മെമ്പറുടെയോ അഭിപ്രായം തേടാവുന്നതാണ്. റൈറ്റ് ടു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ദി റൈറ്റ് ടു നോ and be trained in safe work practices in all aspects of your job and to recognize on-the-job hazards. The right to supervision to make sure that you can work with minimal risk. The right to participate in health and safety matters either directly or through joint health and safety committee or worker representative. The right to employer provide a safety equipment required for your job, although you are responsible for providing your own safety equipment. The right to refuse work without being fired or disciplined or refusing if you have responsible cause to believe that the work process, equipment or environment poses an undue risk of injury to you or another person. Refusing unsafe work. If your immediate supervisor is unavailable or doesn't give you a good answer, you can go to his or her superior. If you are still not satisfied, talk to your worker health and safety representative, a member of joint committee or a shop steward. പഠന പ്രവർത്തനം. നിങ്ങളുടെ വീടിന് സമീപമുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് സന്ദർശിച്ച് അവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്ന ആരോഗ്യ സുരക്ഷാ പ്രവർത്തനങ്ങളെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക.